അങ്ങനെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് ഇറക്കിയ ഒരു യൂസർ മാനുവലും കാറ്റലോഗുമാണ് ഈ സാധനമെങ്കിൽ ഇത് ഇറക്കുന്ന പഠിച്ചവൻ എന്താ ചെയ്യേണ്ടത്? ലോകത്തെ എത്ര ഭാഷയുണ്ട് എന്ന് നോക്കണം. എന്നിട്ട് ആ ഭാഷയിലെല്ലാം ഇതിൻ്റെ കോപ്പികൾ ഇറക്കണം. ഒരു സ്ഥലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറെ വിലയുള്ള നിധികളുണ്ട്. ആ നിധികളിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു റൂട്ട് മാപ്പ് നൽകപ്പെട്ടു. ആ റൂട്ട് മാപ്പ് നിങ്ങളുടെ ഭാഷയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ എത്താം. അതല്ല നിങ്ങളുടെ ഭാഷയിൽ ഉള്ളതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ തർജ്ജമ അന്വേഷിക്കും. അതല്ലെങ്കിൽ ആ ഭാഷ പഠിച്ച ആളോട് ആ റൂട്ട് മാപ്പ് വിശദീകരിച്ചു നൽകാൻ പറയും. എന്തൊക്കെയാണെങ്കിലും ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ പരിശ്രമിക്കുക. കാരണം ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേരാനും കഴിവ് നൽകപ്പെട്ടവനാണ് മനുഷ്യൻ. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഗുണം കൂടിയാണത്. അതല്ലാതെ എനിക്ക് ലഭിച്ച റൂട്ട് മാപ്പ് എന്റെ ഭാഷയിലുള്ളതാണെന്ന് വാശി പിടിക്കുന്നതും ആ നിധികൾ എനിക്ക് വേണ്ടെന്ന് വെക്കുന്നതും വിഡ്ഢിത്തമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യനെ ആദ്യം പാർപ്പിക്കുന്നത് സ്വർഗത്തിലാണ്. അങ്ങനെ അവിടെ വെച്ച് മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം അനുസരണക്കേട് കാണിച്ച നിമിത്തം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യർ. ഈ മനുഷ്യർക്ക് തിരിച്ച് അതേ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കാലാകാലങ്ങളിൽ ദൈവം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അവസാന കാലത്തെ മനുഷ്യർക്കായി നൽകിയ മാർഗനിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ, അതായത് സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള റൂട്ട് മാപ്പ്. ആ റൂട്ട് മാപ്പിനെ പിന്തുടർന്നാൽ നമുക്ക് തിരിച്ച് സ്വർഗത്തിലെത്താം. പക്ഷേ ആ റൂട്ട് മാപ്പ് അഥവാ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലല്ലേ? അറബി അറിയാത്ത നമുക്കെങ്ങനെ അത് പിൻപറ്റാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ നിധികളിലേക്ക് എത്താൻ റൂട്ട് മാപ്പ് മറ്റൊരു ഭാഷയിൽ ഉള്ളതായിട്ട് കൂടി അതിന്റെ ആശയങ്ങൾ അറിഞ്ഞവർക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ അതേ ലക്ഷ്യസ്ഥാനത്തേക്ക് അഥവാ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. റൂട്ട് മാപ്പിലെ ആശയങ്ങൾ മറ്റൊരു ഭാഷയിൽ വായിച്ചെടുക്കുന്നതിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അതിനെ തിരുത്താൻ അല്ലെങ്കിൽ പഠന വിധേയമാക്കാൻ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്ത, മാറ്റങ്ങൾ സംഭവിക്കാത്ത യഥാർത്ഥ റൂട്ട് മാപ്പ് നിലനിർത്തേണ്ടതുണ്ട്. ഭാഷകൾ കാലങ്ങളായി പല ദേശങ്ങളിൽ ഉത്ഭവിക്കുന്നതാണ്. അതിൽ മാറ്റത്തിരുത്തലുകൾ സംഭവിക്കാം. ചില ഭാഷകൾ കാലഹരണപ്പെട്ടു പോകാം. യേശുക്രിസ്തു സംസാരിച്ച അരാമിക് ഭാഷയ്ക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രസിദ്ധമായിരുന്ന സംസ്കൃത ഭാഷയ്ക്കും ഒക്കെ സംഭവിച്ചത് അതാണ്. എന്നാൽ അറബി ഭാഷ അങ്ങനെയൊന്നുമല്ല. 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അന്നുള്ള പോലെ തന്നെ തനിമയോടെ നിലനിൽക്കുന്ന ഭാഷയാണത്. പ്രസിദ്ധ ഓറിയന്റലിസ്റ്റായ ഏർണസ്റ്റ് റാനൻ തന്റെ ജനറൽ ഹിസ്റ്ററി ഓഫ് സെമിറ്റിക് ലാംഗ്വേജസ് എന്ന പുസ്തകത്തിൽ അറബി ഭാഷയുടെ അത്ഭുതകരമായ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. മരുഭൂമിയിൽ ഉത്ഭവിച്ച അറബി ഭാഷ മാറ്റത്തിരുത്തലുകൾ സാധ്യമല്ലാത്ത വിധം പൂർണ്ണത നേടിയിട്ടുണ്ടെന്നും പദസമ്പത്തിലും അർത്ഥങ്ങളുടെ കൃത്യതയിലും ഘടനാപരമായ മികവിലും അതിന്റെ സഹോദര ഭാഷകളായ സെമിറ്റിക് ഭാഷകളെയെല്ലാം അറബി ഭാഷ മറികടക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രസിദ്ധ അമേരിക്കൻ ചിന്തകനും ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരെ കുറിച്ച് പുസ്തകം രചിക്കുകയും ചെയ്ത മൈക്കൽ എച്ച് ഹാർട്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞതും ശ്രദ്ധേയമാണ്. മതങ്ങളുടെ ചരിത്രത്തിൽ അക്ഷരങ്ങൾക്ക് മാറ്റമില്ലാതെ പൂർണ്ണതയോടെ നിലനിന്ന കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഒരു ഗ്രന്ഥവുമില്ല ഖുർആൻ അല്ലാതെ. നിങ്ങൾ ഖുർആനിന്റെ പരിഭാഷ എടുത്തിട്ട് വായിക്കാം. അതിൽ ബ്രാക്കറ്റുകളില്ലാതെ ഒരു വാചകം പൂർത്തിയാക്കിയത് എത്ര വാചകങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊന്ന് പരിശോധിച്ചു. ലോകത്ത് ബ്രാക്കറ്റുകളുള്ള പുസ്തകങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അത് ഖുർആൻ പരിഭാഷയ്ക്കല്ലാതെ വേറെ പുസ്തകത്തിന് കിട്ടില്ല. ബ്രാക്കറ്റുകളില്ലാതെ തെളിമലയാളത്തിൽ വായിക്കാൻ കിട്ടുന്ന ഒരു ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വായിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മലയാള സാഹിത്യത്തിന്റെ കുലപതിയായ MT വാസുദേവൻ നായർ പറഞ്ഞുവെങ്കിൽ MTക്ക് പോലും ഖുർആൻ എന്താണ് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മലയാള ഭാഷയ്ക്ക് പുറമെയുള്ള ഭാഷകളുടെ സൗന്ദര്യം തിരിച്ചറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണിത്. നമുക്കിത് ചില ഉദാഹരണങ്ങളിലൂടെ പരിശോധിക്കാം. ഞാൻ എന്നതിന് അന എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമെല്ലാം ഉള്ള പോലെ ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് അത് ഉപയോഗിക്കുക. എന്നാൽ നീ എന്നതിലേക്ക് വരുമ്പോൾ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷയ്ക്കുള്ള പ്രത്യേകത ബോധ്യപ്പെടും. നീ ആണാണെങ്കിൽ നിന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ അൻത എന്ന് ഉപയോഗിക്കും. നീ പെണ്ണാണെങ്കിലോ അൻതി എന്നാണ് ഉപയോഗിക്കുക. ഇതുപോലെയുള്ള കൃത്യവും വ്യക്തവുമായ രൂപങ്ങൾ അറബി ഭാഷയിൽ ഉള്ളതിനാലാണ് മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ബ്രാക്കറ്റുകൾ നൽകേണ്ടി വരുന്നത്. അത് അറബി ഭാഷയുടെ പോരായ്മയല്ല, മറ്റു ഭാഷകളുടെ പരിമിതിയാണ്. അറബി ഭാഷയുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിലെ ഉച്ചാരണത്തിലെ കൃത്യത. വാമൊഴിയിലൂടെ ആശയങ്ങൾ കൈമാറുമ്പോൾ മറ്റു ഭാഷകളെക്കാൾ മികച്ചു നിൽക്കുന്നതാണ് അറബി ഭാഷ. ചില ഉദാഹരണങ്ങൾ നോക്കാം. ഈ പദങ്ങൾ നോക്കൂ. ഒരുപോലെ ഉച്ചാരണം വരുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ വ്യത്യസ്ത പദങ്ങളാണ് ഇതെല്ലാം. എല്ലാം വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവയാണ്. ഓരോന്നിന്റെ സ്പെല്ലിങ്ങും അത് ഉൾക്കൊള്ളുന്ന സെന്റൻസും ഒന്നും പറയാതെ
അവയെ തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ അറബി ഭാഷ ഇങ്ങനെയല്ല. ഓരോ അക്ഷരത്തിനും വാക്കുകൾക്കും വ്യക്തമായ ഉച്ചാരണം അറബി ഭാഷയിൽ ഉണ്ട്. ഖാലിഖ് എന്ന അറബി വാക്കിനർത്ഥം സ്രഷ്ടാവ് എന്നാണ്. ഹാലിക്ക് എന്നാൽ നശിക്കുന്നവൻ എന്നുമാണ് അർത്ഥം. ഉച്ചാരണ വ്യത്യാസത്തിൽ നിന്ന് തന്നെ ആശയ വ്യത്യാസം മനസ്സിലാക്കാം. അതായത് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ബി മത്സരം അറബി ഭാഷയിൽ ആവശ്യമില്ലെന്നർത്ഥം. ലിഖിത സംവിധാനങ്ങളൊക്കെ പരിമിതമായ ഒരു കാലത്താണ് വിശുദ്ധ ഖുർആനിന്റെ അവതീർണം പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ വാമൊഴിയിലൂടെ തെളിമയോടെ ആശയങ്ങൾ കൈമാറാനുള്ള അറബി ഭാഷയുടെ ഈ പ്രത്യേകത മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം കാലങ്ങളെ അതിജയിക്കാൻ വിശുദ്ധ ഖുർആനിനെ സഹായിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുത്തു എന്ന പ്രഖ്യാപനത്തിന്റെ ചരിത്ര സാക്ഷ്യം കൂടിയാണ് മാറ്റത്തിരുത്തലുകൾ ഒന്നുമില്ലാത്ത ഖുർആൻ ഇതുവരെയും നിലനിന്നതും. ഏറ്റവും അനുയോജ്യമായ ഭാഷയിലാണ് ദൈവം മനുഷ്യർക്കുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ റൂട്ട് മാപ്പിനെ അറിയാനും അതിലെ ആശയങ്ങൾ മനസ്സിലാക്കി സ്വർഗമെന്ന സൗഭാഗ്യനിധിയിലേക്ക് എത്തിച്ചേരാനുമാണ് ഞാനും നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ റൂട്ട് മാപ്പ് നൽകിയവനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നാൽ അമൂല്യമായ നിധികൾ നമുക്ക് നഷ്ടമാകും. പിന്നെ ദൈവത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മളാരാ? അവൻ നമ്മയാണ് ചോദ്യം ചെയ്യുക.